ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു നൈറ്റ് റൂട്ടീൻ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിസ്കരിച്ചു. അതിനുശേഷം എൻ്റെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ. കുറച്ച് മുന്നേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബെഡിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ചീർപ്പും എയർപോർട്ടൊക്കെ അടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ടൈം പഠിക്കാൻ നോട്ട്സൊക്കെ എഴുതാൻ നല്ല രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് പഠിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തോന്നലൊക്കെ കൊള്ളാം, പഠിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു നോട്ട് എന്താണെന്നല്ലേ, ഇത് എൻ്റെ ലഞ്ച് ബോക്സ് ആട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ ബാഗിലേക്ക് തൽക്കാലം വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലോട്ടേക്ക് കിടക്കാം. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ പേജ് എവിടുന്ന് വന്നു എന്നാണ്. പിന്നെയാണ് ഓർമ്മ വന്നത്, എൻ്റെ നോട്ടിൽ ഒട്ടിക്കാനുള്ള ഒരു പേജാണത്. അതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. തീരുമാനത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. പഠിക്കാനുള്ള ബുക്കും എഴുതാനുള്ള നോട്ട്സും വേറെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ബുക്സൊക്കെ നമുക്കൊന്ന് ബാഗിൽ എടുത്ത് വെക്കാം. അങ്ങനെ ബാഗിലൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ കുറച്ച് റൂട്ടീനും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഇത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ താഴോട്ടേക്ക് പോവാണ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. കാരണം തണുത്ത വെള്ളമാണ് എടുത്തത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നേരം ഞാൻ തിരിച്ച് റൂമിലോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ വെള്ളം കണ്ടതിനെ കുടിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നുന്നു. റൂം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ചാർജറിൻ്റെ കേസ് നോക്കിയാൽ നല്ല രസമില്ല കാണാൻ വേണ്ടി. പുതിയതാണ് കേട്ടോ, അതിൻ്റെ ചെറുതും കൂടി ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ടാബിളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇവിടെ എന്തോ ഒന്നിൻ്റെ ഒരു കുറവുണ്ടല്ലോ. ഇപ്പം സെറ്റായിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ഞാൻ സമയം കാണിച്ചു തരാം. 7:21. ഇനിയൊരു 1.5 hour നമ്മൾ പഠിക്കും. അതിന് ശേഷം കുറച്ച് സമയം നോട്ട്സ് എഴുതുക, പിന്നെ ബ്രേക്ക് എടുക്കുക, വീണ്ടും പഠിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നടക്കുമെന്നൊന്നും അറിയില്ല, അത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാനിപ്പോൾ HRT ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 5th സെം ആട്ടോ. അപ്പോൾ 5th സെമ്മിൻ്റെ എക്സാം നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് ഞാനതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് അതൊന്ന് സെറ്റാക്കി ഫോളോ ചെയ്ത് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ HRTൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം ഞാൻ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മിന്നാതെ ഞാൻ പഠിച്ച കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് വിചാരിക്കണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതുപോലെ ഗൈസ്, എനിക്ക് ഈ ഒരു റുട്ടീനും കാര്യങ്ങളും സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റഡി റുട്ടീന് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വേഗം സമയം കളയാണ്ട് പോയിട്ട് പഠിക്കട്ടെ കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ വിചാരിച്ചു. എനിക്ക് തണുത്ത വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുടിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ. ഈ അൺലിമിറ്റഡ് എന്ന് പറയില്ലേ, അങ്ങനെയാണ് കുടിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളം കുടിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക. അപ്പോൾ എന്താ, നമ്മൾ പഠിച്ചിട്ട് വരട്ടെ. Ability, skills and other characteristics which an individual must possess under to produce an output for the organization. A competency is an area of knowledge, ability, skills and other characteristics which an individual must possess in order to produce an output for the organization. അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കുകയാണ്. പിന്നെ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആവാനായി കുറച്ച് ഡേയ്സും കൂടി തന്നെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ വേഗം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഈ റുട്ടീനും കാര്യങ്ങളൊക്കെ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതാ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, എനിക്ക് ആ ചാപ്റ്ററിൽ 2 പേജാണ് പഠിക്കാനുണ്ടായത്. ബാക്കിയുള്ള പേജസൊക്കെ ഞാൻ മിന്നാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പെൻഡിങ് വന്നതാണ്. സോ അത് രണ്ടും ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വേഗം പഠിച്ചു കഴിഞ്ഞ പോലെ തോന്നി എനിക്ക് കേട്ടോ. എന്തായാലും എനിക്ക് കുറച്ച് ടൈം ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വരാം കേട്ടോ. ബൈ ബൈ. റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോയ പോക്കാണ്. സമയം പോയത് ഞാൻ സത്യമായിട്ടും അറിഞ്ഞില്ല കേട്ടോ. അതിപ്പോൾ അങ്ങനെയാണല്ലോ, റീൽസ് കണ്ടു തുടങ്ങിയാൽ പിന്നെ സമയം പോകുന്നത് അറിയൂല ഗൈസ്. ഏകദേശം ഒരു 8 മണി ആയപ്പോഴാണ് ഞാൻ പോയത്. ഇപ്പോൾ 9:34 ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നല്ലേ സമയം പോയത്. ഇനി ഞാൻ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോട്ട് പെൻഡിങ്സ് കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നോട്ടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാണ്. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഞാൻ അതും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വെള്ളം ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടൈം നോട്ട്സ് എഴുതാം.
മുഖത്ത് എന്താ ഒരു സന്തോഷമല്ലേ, നോട്ടൊക്കെ എഴുതി പഠിച്ചതിൻ്റെ ഏട്ടാ ഇന്ന് എന്തൊക്കെയല്ലോ നേടിയെടുത്തുന്നുള്ളൊരു തോന്നലാണ് ഗൈസ്. അപ്പോൾ ഞാനിത് നോട്ടും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സമാധാനമായി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ടൈമും കൂടെ റെസ്റ്റ് എടുത്ത് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ബാഗിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ ഞാൻ ബാഗിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. അടിപൊളി ബാഗാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോയിട്ട് ഫുഡ് കഴിക്കാം. ഫുഡ് വിട്ട് ഒരു പരിപാടിയില്ല ഗൈസ്, ഫുഡ് മുഖ്യമാണ്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ബോട്ടിലിൽ ഇത്ര വെള്ളം മാത്രമേ ഇത് ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് ഞാൻ കുടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വെള്ളം കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഈ ഒരു പോകുന്ന പോക്ക് താഴേക്കാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. കിച്ചണിലെത്തി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇതും പിന്നെ കുറച്ച് ചക്കക്കുരുവിൻ്റെ വറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുടിച്ച് നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐറ്റം. അതുപോലെ തന്നെ ചക്കക്കുരുവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തോരനാക്കിയപ്പം അടിപൊളിയായിരുന്നു. അപ്പം നമ്മളിനി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സ്നാക്സ് ഐറ്റംസ് കഴിക്കാം. എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ഐറ്റംസ് മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളതാണ്. സോ ആ ഒരു സേമിയ മണ്ടാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ നാട്ടിൽ അതിന് സേമിയ മണ്ട എന്നാ പറയല്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് ബ്രെഡും ജാമും അല്ല ബിസ്കോഫിന്റെ സ്മൂത്തും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഈ സാധനം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ വയറ്റിൽ എന്താ കൊക്കപ്പുഴ ആണോ എന്ന് ചോദിക്കുന്നവരോട് അല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും. അപ്പോൾ ഇന്നത്തേക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും പോയിട്ട് ഉറങ്ങാം. അല്ല പോകാൻ വരട്ടെ, ഒരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട്, സ്കിൻ കെയർ. അതിനു മുന്നേ ഈ ഒരു തലവേദന പിടിച്ച സാധനം, അതായത് റീറ്റെയിനർ, ഇതിട്ടിട്ടില്ലെങ്കിൽ എൻ്റെ പല്ലിന് വീണ്ടും പണി കിട്ടും. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ റീറ്റെയിനർ ഇട്ടാനുള്ള അവസ്ഥ. പല്ലിന് ചെറുതായിട്ട് പണി കിട്ടിയോ എന്നൊരു സംശയമല്ല കേട്ടോ, കാര്യമായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ ലെവലാക്കി എടുക്കണം, അതാണ് മെയിൻ പരിപാടി. അപ്പം ഇനി അങ്ങോട്ട് എൻ്റെ കൂടെ എന്നും റീറ്റെയിനറും ഉണ്ടാവും. ഇനി നമുക്ക് കാര്യമായ കാര്യത്തിലോട്ടേക്ക് കിടക്കാം, അതായത് സ്കിൻ കെയർ. നമുക്കിനി സ്കിൻ കെയർ ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ സ്കിൻ കെയറും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ടൈം ലേറ്റ് ആയിട്ടും ഉണ്ട്. സമയം ഞാൻ കാണിച്ചു തരാം. ഇന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫേസിലാണ്, വേറെ ആരുമല്ല, പിമ്പിൾസ് ആണ് ഗൈസ്. അപ്പോൾ അതിനെ ഞാൻ ആക്നെ പാച്ചസ് ഒട്ടിച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി ഞാൻ സമയം കാണിച്ചു തരാം. 12:19 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഉറങ്ങട്ടെ. ടൈം ആണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡയറി എന്നെൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് ഒന്നിച്ചിപ്പോഴും ഉണ്ടാവും. സോ അങ്ങനെ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.